Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട +1 കാലെടുത്ത് വെച്ച വിദ്യാർത്ഥികളെ, SSLC മൂല്യനിർണ്ണയത്തിൽ വീണ്ടും പിഴവ്. ജീവശാസ്ത്രം ബയോളജി പരീക്ഷയുടെ ഉത്തരക്കടലാസിൽ മാർക്ക് തെറ്റായി കൂട്ടിയെഴുതി ബാലാവകാശ കമ്മീഷന് പരാതിയുമായി കണ്ണൂരിലെ വിദ്യാർത്ഥിനി വന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വാർത്ത നേരത്തെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വീഡിയോയോ അല്ലെങ്കിൽ ലൈവിലോ എപ്പോഴോ ഒന്ന് വളരെ കൃത്യമായിട്ട് ഒരു വർഷം ഹിന്ദി പരീക്ഷയിൽ ഒരു കുട്ടിക്ക് സംഭവിച്ച കുട്ടിയുടെ പേപ്പർ നോക്കിയ ടീച്ചറിന് സംഭവിച്ച ഒരു സംഗതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അന്ന് സംഭവിച്ചത് ഒരു ഹിന്ദി പരീക്ഷയുടെ ആൻസർ പേപ്പറിലായിരുന്നു. ഹിന്ദി പരീക്ഷയുടെ ആൻസർ പേപ്പറിൽ ആദ്യത്തെ, നിങ്ങൾക്കറിയാലോ ഒരു ആൻസർ പേപ്പറിന്റെ ആദ്യത്തെ ആ ഒരു ഭാഗം കള്ളിയിൽ മാർക്കുകൾ കൂട്ടി എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ എല്ലാ ഭാഗവും കൂട്ടിയിട്ട് ഇവിടെ വന്ന മാർക്ക് 20 ആയിരുന്നു. അടുത്ത പാർട്ടിലേക്ക് വന്നതിനേറ്റ് എല്ലാ മാർക്കും കൂട്ടിയപ്പം കിട്ടിയത് 20 മാർക്കായിരുന്നു. അങ്ങനെ ടോട്ടൽ എഴുതേണ്ടിയിരുന്നത് 40 എന്നായിരുന്നു. പക്ഷേ ആ അധ്യാപകൻ എന്ത് ചെയ്തു, 40 എന്ന സ്ഥാനത്ത് 20 എന്ന് എഴുതിയിട്ട് അതിന്റെ ഗ്രേഡ് കൊടുത്തു. മേ ബി 20 എന്നൊക്കെ പറയുമ്പോൾ ഒരു സി ഗ്രേഡിലേക്ക് ഇടാം, C+ ഗ്രേഡിലേക്കൊക്കെ ഈ വരിക. അപ്പൊ 20 മാർക്ക് കൊടുത്തു. അപ്പൊ ഫുൾ A+ ഉണ്ടാകേണ്ട കുട്ടിക്ക്, ഹിന്ദി പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടി A+ ഉണ്ടാകേണ്ടിയിരുന്ന കുട്ടിക്ക് ആൻസർ പേപ്പറിലെ മാർക്ക് ഇങ്ങനെ വന്നപ്പോ, റിസൾട്ട് വന്നപ്പോ 9 A+ഉം ഒരു C ഗ്രേഡും വന്നു. ആർക്കും കണ്ടാൽ മനസ്സിലാവും ആ പേപ്പറിൽ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ ഒരു റിസൾട്ട് പ്രകാരം. അങ്ങനെ ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകൻ തന്നെ കുട്ടിയെ കൊണ്ട് റിവാലുവേഷൻ കൊടുപ്പിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഫോട്ടോ കോപ്പിയും വരുത്തിപ്പിച്ചു. ഫോട്ടോ കോപ്പി വന്നു. റിവാലുവേഷനിലും ഇത് തെറ്റ് സംഭവിച്ചതായിട്ട് മനസ്സിലാക്കി A+ ആയിട്ടുണ്ട്. ഫോട്ടോ കോപ്പി വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കണ്ടപ്പോഴാണ് എല്ലാവർക്കും സത്യം മനസ്സിലായത്. ഈ കുട്ടിക്ക് ഹിന്ദി പരീക്ഷയിൽ A+ ഉണ്ടായിരുന്നു. 20 കുട്ടി 40 എഴുതേണ്ടതിന് പകരം ആ പേപ്പർ നോക്കി അധ്യാപകൻ 20 എന്ന് എഴുതിപ്പോയി. ഒരുപക്ഷെ ആ അധ്യാപകൻ ആ സാഹചര്യത്തിൽ ഒരു പിഴവ് സംഭവിച്ചതായിരിക്കാം. എന്തായാലും ആ കുട്ടിയെ അറിയാത്തൊരു അധ്യാപകനല്ലേ ഉണ്ടാവുക, അധ്യാപകനോ അധ്യാപികയോ ആവാം. അതുകൊണ്ട് ആ കുട്ടി പരാതികൾക്കൊന്നും വേണ്ടി പോയിട്ടില്ല, ഒരു മാധ്യമങ്ങളിലേക്കും പോയിട്ടില്ല. എന്നാൽ ഇന്ന് മാധ്യമങ്ങളിലേക്ക് വാർത്ത കൊടുത്തിരിക്കുന്നു പ്രിയപ്പെട്ട കുട്ടി. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് കേരളത്തിന്റെ ആൻസർ പേപ്പറുകൾ നോക്കുന്ന, വാല്യൂ ചെയ്യുന്ന അധ്യാപകർക്കുള്ള ഒരു കരുതലാണ്. ഒരു ജാഗ്രത വേണം, ഒരു ഭയം നിങ്ങളുടെ ഉള്ളിൽ വേണം. കുട്ടികൾ, രക്ഷിതാക്കളും എന്തിനും റെഡിയായി ഒപ്പോസ് ചെയ്യാൻ റെഡിയാണ്. പണ്ടത്തെ പോലെ നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറയുമ്പോൾ അപ്പം തന്നെ ഇരിക്കുന്ന ഒരു പ്രത്യേകതയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല. റെസ്പെക്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യും, അല്ലാത്തിടത്ത് ഡിസ്റെസ്പെക്റ്റ് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വാർത്തയിൽ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി കണ്ണൂരിലെ പെൺകുട്ടിയാണ്. കണ്ണൂരിലെ പെൺകുട്ടി ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തിരിക്കുന്നു. തൻ്റെ ബയോളജി പരീക്ഷാ പേപ്പറിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇതേ പിഴവ് തന്നെ. ബയോളജി പരീക്ഷയും എത്ര മാർക്കിനാണ്? ബയോളജി പരീക്ഷയും 40 മാർക്കിനാണ്. ആ 40 മാർക്കിൽ ഈ ഭാഗവും 20 ഉണ്ട്, ഈ ഭാഗവും 20 ഉണ്ട്. കൃത്യമായിട്ട് ഇവിടെ 40 എന്ന് എഴുതുന്നതിന് പകരം ആ അധ്യാപകൻ എഴുതിയത് 20 എന്നാണ്. അതിൻ്റെ ജൂൺ 1-ാം തീയതി, ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. ആ പേപ്പർ കറക്റ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ ഇപ്പം ഈ വീഡിയോ കാണുന്ന 8A+ഉം 1 A ഗ്രേഡും B+ ഒക്കെ ആയിപ്പോയ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ 8A+ഉം 2 A ഗ്രേഡ് ആയിപ്പോയവരുണ്ടാവും. ആ കുട്ടികളൊക്കെ മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും, ചിലപ്പോൾ എൻ്റെതും ഇങ്ങനെയൊക്കെ ആയിരിക്കും, അധ്യാപകനോട് മാറിപ്പോയിട്ടുണ്ടാവും എന്ന്. എനിക്കറിയാവുന്ന MS അക്കാഡമിയിൽ ഞാൻ പഠിപ്പിച്ച 10ാം ക്ലാസ്സിലെ ചില ആൾക്കാരോട്, A+ ബാച്ചിലുണ്ടായിരുന്ന 30ഓളം കുട്ടികളിൽ ചില വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യണമെന്ന്. എന്നാൽ അവരെന്ത് ചെയ്തു? റീവാലുവേഷൻ മതി, 400 രൂപ അതിന് കൊടുക്കണം, ഇനി ഫോട്ടോ കോപ്പിക്ക് 200 രൂപ വേറെ എക്സ്ട്രാ കൊടുക്കണം, അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾ ഒഴിവാക്കി. ഇപ്പോഴിതാ എന്തായിരുന്നോ ഞാൻ അവരോട് പറഞ്ഞിരുന്നത്, അതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യം കണ്ണൂരിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾ എഴുതിയ പേപ്പറിൽ നിങ്ങൾക്കറിയാം ഇതിൽ A+ ലഭിക്കണമെന്ന്, എന്നിട്ട് A+ കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യേണ്ടിയിരുന്നു. ഓക്കെ,
ഈ ഫോട്ടോ കോപ്പി കയ്യിൽ കിട്ടാൻ 1-2 ആഴ്ച സമയമെടുക്കും. അപ്പോഴേക്ക് അലോട്ട്മെന്റിന്റെ പ്രശ്നങ്ങൾ വരും, മീൻസ് ട്രയൽ അലോട്ട്മെന്റ് വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ മന്ദഗതിയിലേക്ക്, മീൻസ് കൊടുക്കണ്ട ഫോട്ടോ കോപ്പി, റിവാലുവേഷനിൽ കൊടുത്തിട്ട് കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അതുകൊണ്ട് നിങ്ങൾ റിവാലുവേഷൻ കൊടുത്താൽ മതി എന്ന് പാരൻസിനോട് ചില അധ്യാപകരൊക്കെ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോട്ടോ കോപ്പി പല അധ്യാപകരും കൊടുക്കാൻ മടിക്കും. അറിയോ, കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയ ജുനൈന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ആൻസർ പേപ്പർ കാണിച്ചിട്ടായിരുന്നു MS സൊല്യൂഷൻ ഉത്തര പേപ്പർ ചോർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പല കുട്ടികളും ചോദിച്ചു, സാർ എങ്ങനെയായി പേപ്പർ നിങ്ങൾക്ക് കിട്ടിയത്? SSLC പേപ്പർ അങ്ങനെ കിട്ടാറില്ലല്ലോ, ഇപ്പോൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഫുൾ A+ നേടിയ ഈ പെൺകുട്ടി സ്കൂളിലേക്ക് ചെന്നപ്പോൾ അധ്യാപകർ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് ഫുൾ A+ ഇല്ലേ, പിന്നെ എന്തിനാ നിന്റെ ആൻസർ പേപ്പർ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സ് മടക്കി അയക്കാൻ നോക്കിയപ്പോൾ MS-ന്റെ വാക്ക് കേട്ടിട്ടാണ് ആ കുട്ടി, സർ എൻ്റെ അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്, അധ്യാപകന് 9 വിഷയങ്ങളുടെയും പേപ്പർ അത്യാവശ്യമാണ്, അതുകൊണ്ട് സാർ എനിക്ക് ഫോട്ടോ കോപ്പിക്ക് കൊടുക്കണം. അങ്ങനെ ആ കുട്ടി കൊടുത്തു. 9 പേപ്പറും 1-2 ആഴ്ചകൾക്കുള്ളിൽ അവളുടെ സ്കൂളിലേക്ക് എത്തി. സ്കൂൾ അധ്യാപകൻ വിളിച്ചു പറഞ്ഞു, പേപ്പർ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആ പേപ്പർ എൻ്റെ ട്യൂഷൻ സെന്ററിൽ കൊണ്ടു തന്നു. ഈ പേപ്പറുകളുടെ അടിസ്ഥാനത്തിലാണ് മോഡൽ എക്സാമിന്റെ സമയത്ത് പോലും കുട്ടികളെ ഞാൻ എങ്ങനെ ആൻസർ എഴുതണമെന്ന് ഓൺലൈനിലൂടെയും ഓഫ്ലൈൻ ട്യൂഷനിലൂടെയും അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഫുൾ A+ നേടിയ കുട്ടികളുടെ ആൻസർ പേപ്പർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിലവിൽ എൻ്റെ കൈകളിലേക്ക് എത്തിയിട്ടില്ല, അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അത് എൻ്റെ കൈകളിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം വരാൻ പോകുന്ന SSLC കുട്ടികൾക്ക് ഞാനത് കാണിച്ചു കൊടുക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ +1 സയൻസിന് പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ +1 MS-ന്റെ കൂടെ MS സൊല്യൂഷൻസിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ MS-ന്റെ കൂടെ +1 സയൻസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. 3999 രൂപയ്ക്ക്, വെറും 3999 രൂപയ്ക്ക് 520-ൽ 520 മാർക്കിലേക്ക് എത്തിക്കാൻ MS നിങ്ങളുടെ കൂടെ ഉണ്ടാകും. പരീക്ഷാ കാലഘട്ടത്തിൽ നിങ്ങളുടെ കൂടെ കൈപിടിച്ചത് ഉയർത്താൻ, നിങ്ങളുടെ കൂടെ ഒത്തൊരുമിച്ച് നമുക്ക് നിന്നാൽ മലയും പോരുമെന്ന് നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പറക്കണം, മാർക്കിന്റെ ലോകത്തേക്ക് നമ്മൾക്ക് ഇറങ്ങാൻ പറ്റണം. അത് വെറും മാർക്കുകളല്ല, ഫുൾ ഔട്ട് ഓഫ് ഫുൾ ആയിരിക്കണം. 520-ൽ 520 മാർക്ക് നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. 540-ൽ 540 VHSC കുട്ടികൾക്കും നേടാൻ കഴിയണം. ഏത് കുട്ടിയാണെങ്കിലും ശരി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എന്നീ 4 വിഷയങ്ങളിലൂടെ നമ്മൾ നേടിയിരിക്കും. 4 വിഷയത്തിൻ്റെയും ഫുൾ മാർക്ക് നേടിയിരിക്കും. അതുകൊണ്ട് താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യാൻ മറക്കല്ലേ. MS-ന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാം. കൃത്യമായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ പറയട്ടെയോ. +1 ഒറ്റയടിക്ക് പറയട്ടോ, +1 നമ്മളെ ട്യൂഷൻ സെന്ററിൽ 28 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ 28 കുട്ടികളിൽ 24 കുട്ടികൾക്ക് 90% എബോവ് മാർക്ക് നേടിയിട്ടുണ്ട്. ഇതൊരു ചില്ലറയല്ല. കോഴിക്കോട് കൊടുവള്ളിയിൽ ഏറ്റവും ചരിത്രമായിട്ടുള്ള റിസൾട്ടാണ്. കൊടുവള്ളി, കുന്നമംഗലം, താമരശ്ശേരികളുടെയൊക്കെ ഓമശ്ശേരി വിഭാഗങ്ങളിലെ റിസൾട്ടുകൾ എടുത്തു നോക്കിയാൽ ചരിത്രപരമായ റിസൾട്ടാണ്. എല്ലാ ട്യൂഷൻ സെന്ററുകളിൽ നിന്നും അധ്യാപകർ ഞങ്ങളെ നേരിട്ട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഇതെങ്ങനെ നേടിയെന്ന്. ഞങ്ങൾ എവിടെയും കൊടുത്തിട്ടില്ല, ഫുൾ A+ ഉള്ളവർക്ക് മാത്രമാണ് പഠിപ്പിക്കുക എന്നുള്ളത്. 5A+ഉം 3A+ഉം 6A+ഉം ഒക്കെ ഉണ്ടായിരുന്ന കുട്ടികളാണ് ഈ 28ഓളം കുട്ടികൾ. ആ 28ഓളം കുട്ടികൾക്ക് കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണമെന്നും എങ്ങനെയാണ് ബോർഡ് എക്സാമിൽ മാർക്കുകൾ സ്കോർ ചെയ്യേണ്ടതെന്നും 90%ലേക്ക് എത്തുവാനുള്ള ചില NCERT ട്രിക്സുകൾ പഠിപ്പിച്ചു കൊടുത്തു. കുട്ടികൾ അതുപോലെ പരീക്ഷാ പേപ്പറിൽ എഴുതി. എന്തേ മാത്സിന്റെ പോലെയുള്ള പരീക്ഷാ പേപ്പർ, ഏറ്റവും കഠോരമായ പരീക്ഷ, കേരളത്തിലെ 99% കുട്ടികളും ഒരുപോലെ സങ്കടപ്പെട്ടു പോയൊരു ദിവസമായിരുന്നു മാത്സ് പരീക്ഷ. ആ മാത്സ് പരീക്ഷയിൽ പോലും ഫുൾ ഔട്ട് ഓഫ് ഫുൾ നേടിയ 24ഓളം കുട്ടികൾ. ഒന്ന് ആലോചിച്ച് നോക്കിയടാ, എന്താ MS അവർക്ക് കൊടുത്തത്? ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്തിട്ടതല്ല. അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ ചെറുപ്പക്കാരി. 28-ൽ 24 കുട്ടികൾക്ക് 90% മാർക്ക് നേടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ MS-ന് അറിയാം, അവരെ +2-ലും ഫുൾ 680-ൽ 680 വാങ്ങിക്കൊടുക്കാൻ അറിയാം. ഓക്കെ, ഇതേ പരിപാടി നമ്മൾ ഓൺലൈനിലും ഉണ്ടാവും. ആപ്പ് ത്രൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നിരിക്കും. ഇപ്പോഴും ആഴ്ചയിൽ കുട്ടികളെ മെന്റേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കുട്ടികളാണെന്നറിയോ? എനിക്ക് പേഴ്സണലി മെന്റേഴ്സിന് അയച്ചു കൊടുത്ത വോയിസ് എനിക്ക് അയച്ചു തരാണ്. ആ മെന്ററിനെ സ്വന്തം ടീച്ചറിനെ പോലെ കണ്ടുകൊണ്ട് ആ കുട്ടികളെ അയക്കുന്ന മെസ്സേജുകൾ ചില്ലറ മെസ്സേജുകളല്ല. അതൊക്കെ വെച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. കാര്യം മത്സരിക്കട്ടെ. കേരളത്തിലെ വൻകിട ആപ്ലിക്കേഷൻസുമായിട്ട്
സംസാരിക്കട്ടെ MS സൊല്യൂഷൻ ആപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മൾക്ക് വേണ്ടത് സാധാരണക്കാരായ കുട്ടികളെ വേണം. പഠിക്കാൻ റെഡിയായിട്ട് ഓൺലൈൻ്റെ വൻകിട തട്ടിപ്പുകളിൽ വീണു പോകാതെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കണ്ടിട്ട് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇതൊന്നുമല്ലല്ലോ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ക്ലാസ്സുകൾ, ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഓൺലൈനിൽ കണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ അല്ലല്ലോ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ, ഓൺലൈനിൽ കണ്ട അധ്യാപകരല്ലല്ലോ ഓഫ്ലൈനിൽ എന്നെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പെട്ടുപോയ, മെന്റർ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് മാസത്തിൽ ഒരു തവണ വിളിക്കുകയും പിന്നീട് വിളിച്ചാൽ ഫോൺ എടുക്കാത്ത അവസ്ഥയിലേക്കും എല്ലാ സംശയങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് നടത്തുമെന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ പ്രീ റെക്കോർഡ് വീഡിയോസുകൾ ആപ്പിലൂടെ ലൈവായിട്ട് കാണിച്ചു കുട്ടികളെ പറ്റിച്ചിരുന്ന സ്ഥാപനങ്ങളുടെയൊക്കെ മുന്നിലേക്കാണ് MS കയറി വരുന്നത്. ഈ MS-ന്റെ കൂടെ നിങ്ങൾക്ക് 520-ൽ 520 മാർക്ക് നേടാം. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, നിങ്ങളെ വിളിക്കുന്നത് MS ആണ്. കോഴിക്കോടിലെ കൊടുവള്ളിയിൽ എപ്പോഴും വന്നാൽ 24 മണിക്കൂറും കൊടുവള്ളിയിലെ അങ്ങാടിയിലോ അല്ലെങ്കിൽ കൊടുവള്ളിയിൽ എൻ്റെ വീട്ടിലോ കിടന്നുറങ്ങുന്ന ഒരു വീട് അവിടെയുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും അങ്ങോട്ടേക്ക് വരാം. ഒരു PR വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഫ്ലെക്സ് പോലും ഇല്ല, ഒരു ബ്രാൻഡിന്റെ പയ്യേക്കും പോയിട്ടില്ല, ഒരു ന്യൂസ് പേപ്പറിലോ ഒരു TV-ലോ പരസ്യം പോലും കൊടുത്തിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന MS സൊല്യൂഷൻസിനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിലേക്ക് വന്നോളൂ. 3999 രൂപയ്ക്ക് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. 520-ൽ 520 മാർക്ക് നേടിത്തന്നിരിക്കും. സോ ഇതുപോലെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വലിയ ഒരുപാട് പേപ്പറുകൾ നിങ്ങൾ വാല്യൂ ചെയ്യുമ്പോൾ മേ ബി ചെറിയൊരു മിസ്റ്റേക്ക് ആയിരിക്കാം, പക്ഷേ കുട്ടികളുടെ ഭാവിയാണെന്ന് ഒരിക്കൽ കൂടി ഓർക്കണേ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ. ഒരിക്കൽ കൂടി മാത്രം, ഒരിക്കലും ഞാൻ കുറ്റം പറയുന്നില്ല. ഏതൊരു മനുഷ്യനും 1000 പേപ്പറുകൾ നോക്കുമ്പോൾ 1-2 പേപ്പറുകൾക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷേ ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫുൾ A+ പ്രതീക്ഷിച്ചിരുന്ന ഒരു കുട്ടിക്ക് റിസൾട്ട് വന്നപ്പോൾ 9A+ ആയി പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി സങ്കടപ്പെട്ടു പോകും, തീർച്ചയായിട്ടും സങ്കടപ്പെട്ടു പോകും. പിന്നീട് ഈ ഒരു സത്യാവസ്ഥ തിരിച്ചറിയുമ്പോൾ പേപ്പറുകളിലേക്ക് പോകും, വാർത്തകളിലേക്ക് പോകും. ഇപ്പോൾ എന്തായാലും വാർത്ത കൊടുത്തു, കേസ് കൊടുത്തു കഴിഞ്ഞു, പരാതി കൊടുത്തു കഴിഞ്ഞു, ബാലാവകാശ കമ്മീഷന് പരാതി കൊടുത്തു കഴിഞ്ഞു. അത് വിദ്യാഭ്യാസ ഡയറക്ടറിലേക്ക് എത്തും. ആ പേപ്പർ നോക്കി അധ്യാപകന് പണിഷ്മെന്റ് ലഭിച്ചേക്കാം. എന്തൊക്കെയാണെങ്കിലും ശരി, എല്ലാ അധ്യാപകർക്കും ഇതൊരു മുൻകരുതലാവട്ടെ. തെറ്റുകൾ ഇനിയും സംഭവിക്കാതിരിക്കട്ടെ. ഓരോ വർഷവും ഇതേ തെറ്റുകൾ ആവർത്തിക്കപ്പെടുമ്പോൾ എന്താണ് ടീച്ചേഴ്സ് നിങ്ങൾ മാറാത്തത്? മാറിയിരിക്കണം. ഒരു ടീച്ചർക്ക് തെറ്റ് സംഭവിച്ചാൽ അത് മുഴുവൻ തെറ്റ് സംഭവിച്ചതുപോലെ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് സംഭവിക്കാതിരിക്കട്ടെ. ഏറ്റവും നല്ല റിസൾട്ടുകൾ ഇനിയും വളരട്ടെ. MS-നൊപ്പം നമുക്ക് +1 520-ൽ 520 മാർക്ക് വാങ്ങാം. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.